ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വൻ ആശ്വാസമേകി അമേരിക്കൻ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അന്യായമായി അടിച്ചേൽപ്പിച്ച അധിക താരിഫ് നിയമവിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ചു. ഈ വിധിയോടെ വിവിധ ഇന്ത്യൻ വ്യാപാരികൾക്ക് ഏകദേശം $12 മില്യൺ തിരികെ ലഭിക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിലൂന്നിയാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കടുത്ത നിയന്ത്രണങ്ങളും അധിക നികുതിയും ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ വലിയ വർധനവ് വരുത്തിയത്. തുടക്കത്തിൽ 10% ഈ തീരുവ ഓഗസ്റ്റ് മാസത്തിൽ എത്തിയപ്പോഴേക്കും 50% വരെയായി കുത്തനെ ഉയരുകയായിരുന്നു. വസ്ത്രങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയെയാണ് ഈ നികുതി വർധനവ് ഏറ്റവും ദോഷകരമായി ബാധിച്ചത്. എന്നാൽ ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ഈ അധിക തീരുവ നിയമവിരുദ്ധമാണെന്ന അമേരിക്കൻ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളെ തുടർന്ന് ഫെബ്രുവരി 6 ഈ തീരുവ 18% കുറയ്ക്കാൻ ധാരണയായിരുന്നു. എന്നാൽ ഫെബ്രുവരി 20 പുറത്തുവന്ന സുപ്രീം കോടതി വിധി ഈ നികുതി വർധനവിനെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. അമേരിക്കൻ സുപ്രീം കോടതിയുടെ പുതിയ വിധി പ്രകാരം ലഭിക്കുന്ന റീഫണ്ട് തുകയുടെ വലിയൊരു ഭാഗം ഇന്ത്യൻ കയറ്റുമതി മേഖലയുടെ നട്ടെല്ലായ വസ്ത്ര, എഞ്ചിനീയറിംഗ് മേഖലകൾക്കായിരിക്കും ലഭിക്കുക. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം $12 ബില്യൺ ആകെ റീഫണ്ട് തുകയായി കണക്കാക്കുന്നത്. ഇതിൽ വസ്ത്രവ്യാപാര മേഖലയ്ക്കും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും $4 ബില്യൺ വീതം ലഭിക്കുമ്പോൾ രാസവസ്തുക്കളുടെ കയറ്റുമതിയിലൂടെ $2 ബില്യൺ മറ്റ് അനുബന്ധ മേഖലകൾക്ക് ബാക്കി $2 ബില്യൺ തിരികെ ലഭിക്കാനാണ് സാധ്യതയുള്ളത്. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾക്കും തുണിത്തരങ്ങൾക്കുമാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരുന്നത് എന്നതിനാൽ തന്നെ ഈ വിധി ആ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. US സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം തുക തിരികെ ലഭിക്കുന്നതിനായി US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ റീഫണ്ട് നടപടിക്രമങ്ങളിൽ ചില പ്രധാന നിബന്ധനകളുണ്ട്. അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇറക്കുമതിക്കാർക്കോ അല്ലെങ്കിൽ അവിടെ ബാങ്ക് അക്കൗണ്ട് ഉള്ള അംഗീകൃത കസ്റ്റംസ് ബ്രോക്കർമാർക്കോ മാത്രമേ ഈ റീഫണ്ടിനായി നേരിട്ട് അപേക്ഷിക്കാൻ സാധിക്കൂ. ഇന്ത്യൻ കയറ്റുമതിക്കാരും അമേരിക്കയിലെ വാങ്ങുന്നവരും തമ്മിലുള്ള മുൻപുള്ള കരാറുകൾ പരിശോധിച്ചായിരിക്കും ഈ തുക ആർക്ക് അവകാശപ്പെട്ടതാണെന്ന് അന്തിമമായി തീരുമാനിക്കുക. പണം നേരിട്ട് കൈമാറുന്നതിന് പകരം ഭാവിയിൽ നൽകുന്ന ഓർഡറുകളുടെ ഇൻവോയ്സുകളിൽ ഈ തുക കുറച്ച് നൽകിക്കൊണ്ട് ക്രമീകരിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ സുതാര്യമായ രീതിയിലായിരിക്കും കോടിക്കണക്കിന് രൂപയുടെ റീഫണ്ട് നടപടികൾ പൂർത്തിയാക്കുക. വൻകിട കമ്പനികൾക്ക് അമേരിക്കയിൽ സ്വന്തമായി ഓഫീസുകൾ ഉള്ളതിനാൽ അവർക്ക് ഈ തുക വേഗത്തിൽ കൈപ്പറ്റാൻ സാധിക്കും. എന്നാൽ ചെറുകിട വ്യാപാരികൾ തങ്ങളുടെ അമേരിക്കൻ ക്ലയന്റുകളുമായി ഉടനടി ബന്ധപ്പെടുകയും റീഫണ്ട് അപേക്ഷകൾ കൃത്യസമയത്ത് നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. 2025 ഓഗസ്റ്റ് മുതൽ 2026 ഫെബ്രുവരി വരെ അധികമായി നൽകിയ തുകയാണ് ഇപ്പോൾ തിരികെ ലഭിക്കുന്നത്. വൻകിട കമ്പനികൾക്ക് അമേരിക്കയിൽ സ്വന്തമായി ഓഫീസുകൾ ഉള്ളതിനാൽ അവർക്ക് ഈ തുക വേഗത്തിൽ കൈപ്പറ്റാൻ സാധിക്കും. എന്നാൽ ചെറുകിട വ്യാപാരികൾ തങ്ങളുടെ അമേരിക്കൻ ക്ലയന്റുകളുമായി ഉടനടി ബന്ധപ്പെടുകയും റീഫണ്ട് അപേക്ഷകൾ കൃത്യസമയത്ത് നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. 2025 ഓഗസ്റ്റ് മുതൽ 2026 ഫെബ്രുവരി വരെ അധികമായി നൽകിയ തുകയാണ് ഇപ്പോൾ തിരികെ ലഭിക്കുന്നത്. അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഈ വിധി ആഗോള വ്യാപാര രംഗത്ത് വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ട്രംപ് ഭരണകൂടം ഏകപക്ഷീയമായി നടപ്പിലാക്കിയ തീരുവകൾ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന വാദത്തിന് ഈ വിധി ശക്തി പകരുന്നു. ഇന്ത്യയെ പോലെ തന്നെ ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവരും സമാനമായ വ്യാപാര തടസ്സങ്ങൾ നേരിട്ടിരുന്നു. അതിനാൽ മറ്റ് രാജ്യങ്ങൾക്കും ഭാവിയിൽ നിയമപരമായ നീക്കങ്ങൾ നടത്താൻ ഈ വിധി ഒരു മാതൃകയാകും. അമേരിക്കൻ വിപണിയെ ആശ്രയിക്കുന്ന കയറ്റുമതി രാജ്യങ്ങൾക്ക് ഈ വിധി വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. സംരക്ഷണവാദം ഉയർത്തിപ്പിടിച്ച് ഭരണകൂടങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാമെന്ന് ഇത് തെളിയിക്കുന്നു. സ്വതന്ത്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയിലെ ഇറക്കുമതിക്കാർക്കും ഉപഭോക്താക്കൾക്കും ഇത് ഗുണകരമാണ്. ഉയർന്ന തീരുവ മൂലം സാധനങ്ങൾക്ക് വില വർദ്ധിച്ചിരുന്നത് ഈ വിധിയിലൂടെ പരിഹരിക്കപ്പെടാം. ഇത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മത്സരക്ഷമത നൽകുകയും ചെയ്യും. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വ്യാപാര താൽപര്യങ്ങൾക്ക് ലഭിച്ച വലിയൊരു നയതന്ത്ര വിജയമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഏതാണ്ട് 1.11 ലക്ഷം കോടി രൂപയുടെ റീഫണ്ട് എന്നത് ലോക വ്യാപാര ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തുകകളിൽ ഒന്നാണ്.
ഇത് കേവലം ഒരു സാമ്പത്തിക ലാഭം എന്നതിലുപരി അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടണം എന്ന ശക്തമായ സന്ദേശമാണ് ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത്. നീതിപൂർവമായ വ്യാപാര നയങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരമായി ഈ വിധിയെ കാണാം. ഇതിലൂടെ വരും വർഷങ്ങളിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം കൂടുതൽ സുതാര്യവും ശക്തവുമാകാൻ വഴി തെളിയുന്നു.